ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമ ശാലിനി നിൽക്കെ ശാലിനിയെ മനസ്സ് കുത്തി നോവിക്കാനായിട്ട് ആ സത്യം എല്ലാവർക്കും മുന്നിൽ വെച്ച് വിളിച്ച് പറയാൻ കേട്ടോ. വിഷ്ണുവിൻ്റെയും കാർത്തികയുടെ വിവാഹമാണ് അടുത്ത ആഴ്ച. എല്ലാവരും അറിയേ. ഇപ്പോഴെൻ്റെ മകൻ പെണ്ണ് കിട്ടിയത് ആരും അറിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ നാടറിയെ നാട്ടാരറിയെ ആ ഒരു കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ശാലിനിയുടെ നെഞ്ചു പൊടിയാണ്. കാരണം തനിക്കൊരിക്കലും അത് വിശ്വസിക്കാനാവാത്ത അത്രയും വലിയൊരു സത്യമാണ് സത്യാമ്മ പറഞ്ഞിരിക്കുന്നത്. വീണോടുത്തിട്ട് കുത്തുന്ന സത്യാമ്മയുടെ സ്വഭാവം ശാലിനിയെ വല്ലാതെ വേദനിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ സത്യാമ്മ പറയണേ, നിങ്ങളെല്ലാവരും വരണം. ഇത്രയും ആളുകൾ തടിച്ചു കൂടിയിട്ട് ഞാനിത് പറഞ്ഞത് ഇതാണ്, നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലോട്ട് ഞാൻ വരും, എൻ്റെ മകൻ്റെ കല്യാണം ക്ഷണിക്കാൻ എന്നൊക്കെ ഇങ്ങനെ സത്യാമ്മ പറയുമ്പോൾ അവിടെ ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ശരിക്കും റീമേക്കിൽ പറയുന്നുണ്ട് കോടതി കയറാനുള്ള പണി ഉണ്ടാക്കേണ്ട മാമ എന്നൊക്കെ പറയുമ്പോൾ രാഘവേട്ട നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ റീമേക്ക് പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടോ എന്നറിയില്ല, ചെറിയൊരു വ്യത്യാസം കഥയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ സമയം ശാലിനി ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ശാലിനിക്ക് സഹിക്കാനാവാതെ ശാലിനി മുറ്റത്തോട്ട് ഓടിപ്പോയി തൻ്റെ വണ്ടിയുടെ അടുത്ത് നിന്ന് പൊട്ടിക്കരയാണ് കേട്ടോ. ഒരിക്കലും തൻ്റെ മുന്നിൽ വെച്ച് വിഷ്ണു വിവാഹം കഴിച്ചോ, പക്ഷെ അതിലെന്തൊക്കെ ചുറ്റിക്കളികൾ ഉണ്ടെന്ന് ശാലിനി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സത്യഭാമ അത് എല്ലാവർക്കും മുന്നിൽ അത് സത്യമാണെന്ന് തെളിയിക്കുന്ന പ്രവൃത്തിയാണല്ലോ സത്യഭാമ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ശാലിനിക്ക് താങ്ങാൻ കഴിയുന്നില്ല കേട്ടോ. എന്നാൽ ആ വാക്ക് വിഷ്ണുവിന് മനസ്സിലായി, എൻ്റെ ഭാര്യ ശാലിനിക്ക് അത് താങ്ങാൻ പറ്റാത്തൊരു വാക്ക് തന്നെയാണ്. ഞാനും കാർത്തികയും നടത്തിയ നാടകമാണെങ്കിലും പക്ഷേ ആ നാടകം പൊളിഞ്ഞു വീഴുന്നത് ഇവിടെ ഈ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ ചെയ്തത്. എന്തായാലും അവൾക്കത് താങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവളെ ഒന്ന് സമാധാനിപ്പിക്കണം എന്ന് കരുതി തന്നെ വിഷ്ണു ശാലിനിയുടെ അരികിലോട്ട് ചെല്ലാണ് കേട്ടോ. ഇതേ സമയം ശാലിനി ഇങ്ങനെ പൊട്ടിക്കരയുമ്പോൾ എടോ താനിങ്ങനെ കരയാതെ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം വിഷ്ണു ഏട്ടാ? എൻ്റെ ഭർത്താവ് ഈ താലി കഴുത്തി സൂക്ഷിക്കുന്ന ഇതിൻ്റെ ഉടമയായ എൻ്റെ ഭർത്താവ് അടുത്ത ആഴ്ച വേറൊരുത്തിയുടെ മുന്നിൽ വെച്ച് താലി കെട്ടുന്നത് ഞാൻ കാണണോ? അതാണോ പറയുന്നത്? നാട്ടുകാരെ അറിയുക എൻ്റെ ഭർത്താവ് വേറൊരു താലി കെട്ടി എന്ന സത്യം ഞാൻ തിരിച്ചറിയണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിയോട് വിഷ്ണു ചോദിക്കുകയാണ്, അതൊക്കെ എവിടെ നിൽക്കട്ടെ, നീ വിചാരിക്കുന്നതൊന്നും പോലെയല്ല. അമ്മ അവിടെ പറഞ്ഞ വാക്കുകൾക്ക് നീ മൂല്യം കൊടുക്കണം. പിന്നെ ഞാൻ എന്ത് വേണം? വിഷ്ണുവേട്ടൻ്റെ ഭാര്യയാണ് ഇപ്പോൾ കാർത്തിക. നാട് അറിയേ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ അമ്മ എല്ലാവർക്കും മുന്നിൽ അത് അറിയിക്കാനുള്ള ശ്രമമല്ലേ നടത്തുന്നത് സത്യാമ്മ എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ, സത്യ ആരുടെ മോളാണ്? അത് നീ പറയുമോ എന്നിങ്ങനെ ചോദിക്കണം കേട്ടോ. ഇത് കേൾക്കുന്ന ശാലിനി ഒന്ന് ഞെട്ടിപ്പോവാണ്. ഇതേ സമയം ശാലിനിയോട് ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ, സത്യ ആരുടെ മോളാണ് എന്ന് ചോദിച്ച ഉടൻ തന്നെ വിഷ്ണുവിനോട് ശാലിനി പറയാണ്, നിങ്ങളുടെ ചോര തന്നെയാണ്, സത്യാമ്മയുടെ ചോര തന്നെയാണ് സത്യ എന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്ന വിഷ്ണു എന്താണ് ഇവളി പറയുന്നത്? എൻ്റെ മകളാണെന്ന് എൻ്റെ മുഖത്തടിച്ച് പറയുകയാണെങ്കിൽ അതിലൊരു ശാലിനി ആ ഒരു വാക്ക് പറഞ്ഞാൽ താൻ വിശ്വസിക്കും. പക്ഷേ ശാലിനി ഇവിടെ പറയുന്നത് സത്യാമ്മയുടെ ചോരയാണ്, ഇവിടുത്തെ ചോരയാണ് സത്യ എന്ന് പറയുന്നു കേട്ടോ. ഇതേ സമയം താൻ പറഞ്ഞു വരുന്നത് എൻ്റെ എന്ന് പറയുമ്പോഴേക്കും അവിടെ സത്യാമ്മ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കണം കേട്ടോ. അതോടുകൂടി ശാലിനിയോട് ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കുന്നില്ല സത്യാമ്മ. അപ്പോൾ ഉടൻ തന്നെ ശാലിനി ഞാനൊന്ന് ചോദിക്കട്ടെ, വിഷ്ണു നിന്നോടല്ലേ വിളിച്ചത്? പോകുന്ന പട്ടികളോടൊക്കെ സംസാരിക്കാൻ നിൽക്കാതെ നീ ഇങ്ങ് വരുന്നുണ്ടോ? അങ്ങനെ ഒരു ഉദാഹരണം സത്യാമ്മ ശാലിനിയെക്കുറിച്ച് പറയുമ്പോൾ വല്ലാതെ മനസ്സ് നോവണം കേട്ടോ. ഇതേ സമയം വിഷ്ണു അകത്തോട്ട് കയറിപ്പോൾ നിന്നെ അതാ കാർത്തിക തിരക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം തന്നെ ശാലിനിയുടെ മുന്നിൽ നിന്നും വിഷ്ണുവിനെ അകറ്റി മാറ്റണം കേട്ടോ. അങ്ങനെ ഈ സമയം വിഷ്ണു അങ്ങ് കടന്നു പോകുമ്പോൾ സത്യാമ്മ ശാലിനിക്ക് മുന്നിൽ വരികയാണ്, എടി എൻ്റെ മകനെ ഇനി നിനക്ക് കൈയെത്താൻ ദൂരത്ത് പോലും സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അവൻ വേറൊരുത്തിയുടെ ഭർത്താവാണ്. അതുകൊണ്ട് തന്നെ ഇനി അവനുമായുള്ള നിൻ്റെ ഈ കൂട്ടുകൊട്ടം നിർത്തിയേക്ക്. നീ വന്നതിൽ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇതങ്ങ് നിർത്തിയേക്ക്. എൻ്റെ മകൻ്റെ കല്യാണമാണ്, നാട്ടാരറിയെ ഞാനത് ക്ഷണിച്ചത് നീ അറിഞ്ഞില്ലേ? എന്തായാലും ആ കല്യാണത്തിന് വേണമെങ്കിൽ നിനക്കും കൂടി പങ്കെടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ മനസ്സിനെ ഇങ്ങനെ കുത്തി നോവിച്ച് സത്യാമ്മയ്ക്ക് എന്ത് കിട്ടാൻ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം സത്യയും ഈ പറയുന്ന
പപ്പയും കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞ്, അതായത് ഗിഫ്റ്റൊക്കെ തുറക്കൽ കഴിഞ്ഞ് അവർ പോവുകയാണ്. അപ്പോൾ കാർത്തിക വന്നിട്ട് മധുശ്രീ പറയുന്നുണ്ട്, കാർത്തിക പറയണേ അവർക്കൊരു യാതൊരു വ്യത്യാസവും ഇല്ലല്ലോ, ആ മരുന്ന് അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ അത് കാണില്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ നാഡി ഒക്കെ പതുക്കെ പ്രവർത്തിച്ച് തുടങ്ങും, ഒക്കെ ഇങ്ങനെ ശേഷി നഷ്ടപ്പെട്ട് കൊണ്ട് തുടങ്ങും, പിന്നീട് ഉറക്കത്തിലോട്ടാണ് അങ്ങോട്ട് പോവുക, അത് കഴിഞ്ഞാൽ പിന്നീട് മരണം എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അങ്ങനെ ഈ സമയം കാർത്തികക്ക് നന്നായി പേടി വരും. പിഞ്ചു മക്കളെയാണ് ഞാനിപ്പോൾ ഇതിന് ഇരയാക്കിയിരിക്കുന്നത്, എന്തായാലും ഇതിൽ പപ്പിയാണ് സത്യം കഴിച്ച എന്താണെന്ന് അറിയില്ലല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ കാർത്തിക ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്കെൻ്റെ ജീവിതം അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ വീട്ടിലോട്ട് വന്നത് എന്നും മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് കാർത്തിക. അങ്ങനെ ശാലിങ്ങനെ പൊട്ടിക്കരയാണ്. സത്യാമ്മയുടെ ഈ വാക്കുകളൊക്കെ കേട്ട് ശാലിങ്ങനെ പൊട്ടി തനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. സത്യാമ്മ കുത്തി നോവിക്കുന്ന ആ വാക്കുകൾ തൻ്റെ വിഷ്ണുവായിട്ട് എന്നേക്കുമായി തന്നിൽ നിന്ന് അകന്നു പോവുമല്ലേ. അപ്പോൾ അതിങ്ങനെ ശാലിനിയെ വേദനിപ്പിക്കുകയാണ്. എന്തൊക്കെ ചുറ്റിക്കളികളുണ്ട്. ഒരിക്കലും കാർത്തികയെ വിഷ്ണു വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല എന്നൊരു തോന്നൽ ശാലിനിയുടെ ഉള്ളിൽ ആരോ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ സത്യാമ്മ അത് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് ആലോചിക്കുമ്പോൾ ശാലിനിക്ക് താങ്ങുന്നില്ല. അങ്ങനെ ശാലിനി നിന്ന് കരയുന്ന സമയത്താണ് സത്യ വരുന്നത്. സത്യ വന്നിട്ട് പറയണേ, അമ്മയെ നമുക്ക് പോവല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ആ മോളെ നമുക്ക് പോവാം എന്ന് പറയണേ, പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ഗിഫ്റ്റൊക്കെ തുറന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോവാൻ ഒരുങ്ങണം കേട്ടോ. അങ്ങനെ കുഞ്ഞു വണ്ടിയിൽ കയറുകയാണ്. വണ്ടിയിൽ കയറിയ ഉടൻ തന്നെ ശാലിനോട് പറയണേ, അമ്മേ എനിക്കറിയില്ല, എന്തോ പതിവില്ലാത്തൊരു ക്ഷീണം, എനിക്കൊന്ന് ഉറങ്ങണമെന്ന് പറയട്ടോ. പക്ഷെ ശാലിനി കുഞ്ഞിനെ അത്ര മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ കുഞ്ഞു ഉറക്കത്തിലോട്ട് പോകുന്നു. ഇതേ സമയം ശാലിനിയാണെങ്കിൽ വിഷ്ണു തന്നോട് ചോദിച്ച ആ വാക്ക് കേട്ടോ, അതിങ്ങനെ മനസ്സിൽ കിടന്ന് അലട്ടാണ്. വിഷ്ണുവേട്ടൻ്റെ സ്വന്തം കുഞ്ഞാണ്, എൻ്റെ ഭാര്യ തെറ്റ് ചെയ്യില്ല എന്ന് എല്ലാവരൊക്കെ കൂടുതൽ വിഷ്ണുവേട്ടനെ അറിയില്ലേ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ശാലിനി. ഇപ്പുറത്താണെങ്കിലോ വിഷ്ണു ഇങ്ങനെ ചിന്തിക്കുന്നത്, സത്യാമ്മയുടെ പേരക്കുട്ടി ഈ വീട്ടിലെ സ്വന്തം കുഞ്ഞ് എന്ന് ശാലിനി പറഞ്ഞത് അതിനർത്ഥം എന്താ? സത്യ എൻ്റെ മകളാണോ? സത്യ എൻ്റെ കുഞ്ഞായിരിക്കുമോ എന്നൊരു ചോദ്യം തന്നോട് തന്നെ പലവട്ടം വിഷ്ണു ഇങ്ങനെ ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം അവിടെ ശ്യാം ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോൾ ഒരു ബൈക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ബൈക്കിൻ്റെ സൗണ്ടും കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പന്തികേട് ശ്യാമയുടെ ഉള്ളിൽ തോന്നുകയാണ്. അപ്പോൾ അത് ഒരു പക്ഷേ മധുശ്രീയുടെ കൂട്ടുകാരൻ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ശരിക്കും ഇത് റീമേക്കിൽ ഫോൺ കോളാണ് വന്നത്, അതുകൊണ്ട് എനിക്ക് വ്യക്തമായി അറിയില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മരുന്നിൻ്റെ കാര്യം അതും ശരിക്കും ആരും തന്നെ കഴിക്കുന്നില്ല. ആ മരുന്ന് അങ്ങ് പോകുന്നുണ്ട്. ആ മരുന്ന് കേക്ക് അപ്പം തന്നെ തട്ടി മാറ്റുന്നുണ്ട്. പക്ഷേ അത് മനഃപൂർവ്വമല്ല, അത് കഴിക്കുന്നതിനിടയിൽ ആ ചെറി വീഴുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തോ എന്നറിയില്ല കേട്ടോ, അറിയാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇനി മധുശ്രീ ആ ഒരാൾ, അതായത് ആ വീട്ടിലൊരാൾ വരുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു പ്രൊമോ കാണിച്ചിട്ടുണ്ടല്ലോ, ആ ആളോട് മധുശ്രീ ഇങ്ങനെ സത്യങ്ങൾ പറയുന്നത് ഫുള്ള് ശ്യാമ കേൾക്കണ്. ആ കുഞ്ഞുങ്ങളാണ് ആ വിഷം കഴിച്ചിട്ടുള്ളത്, ആ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മരിക്കും. എന്തായാലും ശാലിനിക്ക് തകർച്ചയാണ് ഇനി വരുന്നത്. അതിനിടയ്ക്ക് അതിലും വലിയൊരു സന്തോഷ വാർത്ത എനിക്ക് കിട്ടിയിരിക്കുന്നു. ഈ പറയുന്ന വിഷ്ണുവിൻ്റെയും കാർത്തികയുടെയും വിവാഹമാണ്. കാർത്തിക എന്ന് പറയുന്നവൾ ഇങ്ങനെ ആ പറയുന്ന ആ സത്യം കേട്ടോ, ഇതിലും വലിയ ഒരു തിരിച്ചടി ശാലിനിക്ക് എനിക്ക് കൊടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് നേരിട്ട് ശരിക്കും ശ്യാമ കേൾക്കണം കേട്ടോ. അതോടുകൂടിയാണ് ശ്യാമ ഇനി ഈ മധുശ്രീയെ കൊല്ലാൻ ശ്രമിക്കുന്നു. ശാലിനിയും മധുശ്രീ ശ്യാമയും കൂടി തലങ്ങും വിലങ്ങും ഇട്ട് അടിച്ച് കൊല്ലുന്ന കിട്ടുക്കൻ സീനാണ് ഇനി നെക്സ്റ്റിൽ വരാനുള്ളത്. പക്ഷെ ഇത് ഈ ഒരു വിഷയത്തിൻ്റെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാണ്. എന്തായാലും ഇന്നും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞാലായിരിക്കും പിറ്റേ ദിവസത്തെ എപ്പിസോഡിലായിരിക്കും ശ്യാമ ഇനി എന്തായാലും മധുശ്രീയെ കൊല്ലാൻ പോകുന്ന ആ ഒരു സീൻ വരുന്നത് കേട്ടോ.